ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ. അതെ, ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനായാൽ നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷേ ഇന്ന് സന്തോഷത്തോടെ ഇരുന്നു, നാളെ വിഷമത്തോടെയാണെങ്കിലോ വല്ല അത്ഭുതം നടക്കുമോ? ഒട്ടുമില്ല. നമ്മുടെ ഫീലിങ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇമോഷൻസ്, നമ്മളതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു 4 ദിവസം നല്ല സന്തോഷത്തിലേക്ക് പോയി, 5-ാമത്തെ ദിവസം നമ്മൾ ആകെ ഡൗണായി, നമ്മളിങ്ങനെ ഒരു മൂഡ് ഓഫായി നടക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്തായിരിക്കും? ബാഡായിരിക്കും. ഇതാണ് അതായത് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിലേക്കാണോ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് അവിടേക്ക് നമ്മുടെ എനർജി പോകും. നമ്മുടെ ഊർജ്ജം അവിടേക്കാണ് കൂടുതൽ ഒഴുകിക്കൊണ്ടിരിക്കുക. കൂടുതൽ ഏത് കാര്യത്തിലും അല്പം നെഗറ്റീവ് സിറ്റുവേഷൻ നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഊർജ്ജം മുഴുവൻ ആ ഒരു ചിന്തയിലേക്കും കൂടുതൽ വരിക. പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു വിഷമഘട്ടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകാം. ഇത് നമുക്ക് തന്നെ പരീക്ഷിച്ചറിയാൻ പറ്റും. നമ്മളെന്തെങ്കിലും കുറച്ചൊരു 2-3 ദിവസം നമ്മളെപ്പോഴും നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി പോകുന്നത് നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ എങ്ങോട്ടാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അവിടേക്ക് എനർജി ഒഴുകിക്കൊണ്ടിരിക്കുക. അത് എനർജൈസ് ആയിക്കൊണ്ടിരിക്കുക. ആ ഇമോഷൻസാണ് പിന്നെ അവിടെ നടക്കുക. അപ്പോൾ 2-3 ദിവസം കഴിയും, 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ തന്നെ അറിയാൻ നമ്മുടെ ലൈഫിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല എന്ന് കരുതി ലൈഫിൽ നെഗറ്റീവ് സിറ്റുവേഷൻ വരില്ല എന്ന് ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, അല്ലേ? വരില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യൂ, നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കൂ, നെഗറ്റീവ് നിങ്ങൾ ഒഴിവാക്കൂ എന്നൊക്കെ പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഒരിക്കലും ഒരാൾക്കും മറ്റൊരാളുടെ ലൈഫിൽ നിങ്ങൾക്ക് നെഗറ്റീവേ സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പല സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരും. പക്ഷേ നമ്മുടെ ഇമോഷൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയൊരു വേദന ഉണ്ടാവാം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും, എപ്പോഴും ഓർക്കാം, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മളത് കളഞ്ഞിരിക്കണം. പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഹീലാക്കിയിരിക്കണം. എങ്ങനെയായാലും വേണ്ടില്ല, ഓപ്പണോ പ്രയർ ചൊല്ലിയിട്ടായാലും വേണ്ടില്ല, നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ആ ഫീലിങ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഹാപ്പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്ന്. ചിലപ്പോൾ നല്ല ആഹാരം കഴിക്കാനൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ നമ്മൾ ആ ആഹാരം വാങ്ങിച്ച് കഴിക്കുക. ആ മനസ്സിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ചിന്ത ഒഴിവാക്കുക. പ്രതിരോധിക്കാൻ ശ്രമിക്കും തോറും അത് വന്നുകൊണ്ടിരിക്കും, ആഞ്ഞടിച്ച് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രതിരോധിക്കാൻ നിൽക്കരുത്. എപ്പോഴും നമ്മൾ ഇമോഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇമോഷൻസാണ് നമ്മെ വീട്ടിലാഴ്ത്തുന്നത്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. പല പ്രാക്ടീസുകളും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു, ലൈഫിലൊരു മെച്ചമില്ല എന്ന് പറയുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ എന്ത് കണ്ടീഷനാണെങ്കിലും, ഇപ്പം മോശമായ സാഹചര്യമാണെങ്കിലും അവിടെ നമ്മളെ ഇമോഷൻസ് നമ്മൾ പിടിച്ചു നിർത്താൻ തയ്യാറായിരിക്കണം. എന്ന് കരുതി ചിലപ്പം കരയേണ്ട ഒരവസ്ഥ വരുമ്പോൾ കരയണ്ട എന്നല്ല, ആ ഒരു നിമിഷം മാത്രമേ അതുണ്ടാകാൻ പാടുള്ളൂ. അത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കര കയറാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഇത് പഴയതിലേക്ക് തന്നെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ റെസിസ്റ്റ് ചെയ്യരുത്. നമുക്ക് വരുന്ന ആ സങ്കടങ്ങളിൽ നിന്നും മുക്തയാവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് റെസിസ്റ്റൻസ് കൊടുത്ത് അത് വലുതായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ ലോ അട്രാക്ഷൻ, ആകർഷണ നിയമം വർക്ക് ചെയ്യുള്ളൂ. ഒരു മാജിക് ലോകമൊന്നുമല്ല ലോ അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മളെ വൈബ് ഹൈ ആവും, നമുക്ക് നല്ല എനർജി കിട്ടും, ഇല്ലാത്തതിനെ കുറിച്ചോർത്തുള്ള സങ്കടം നമുക്കുണ്ടാവില്ല. ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ, നന്ദി എഴുതി വെക്കുമ്പോൾ നമുക്ക് നല്ല ഫീലിംഗ് കിട്ടും. 10 ഗ്രാറ്റിറ്റ്യൂഡ് പുതിയ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? വരാനുള്ള, അതായത് നമ്മൾ ഇത്രയും എഴുതി വെച്ചാൽ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു എന്നുള്ളൊരു അത്ഭുതം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഇതൊരു ഹാപ്പിനെസ് സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുപോലെ നിരന്തരം അഫർമേഷൻ പറയുന്ന ഒരു വ്യക്തി, അഫർമേഷൻ ഇങ്ങനെ ഡെയിലി പറയുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാഹചര്യം പയ്യെ ഒരുങ്ങും. ഓക്കെ. പിന്നെ മെഡിറ്റേഷൻ്റെ അത്ഭുതം പറയാൻ ഇരിക്കാൻ വയ്യ. നമ്മുടെ ശരീര സൗന്ദര്യം പോലും മെഡിറ്റേഷൻ ചെയ്താൽ മാറും. നല്ല ഗ്ലോ വരും മുഖത്ത്. ഓക്കെ. ഇതെല്ലാം എൻ്റെ ലൈഫിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സാണ്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻറ്റോടുകൂടെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്.
ഇത് ആളുകൾ ഒരുപാട് വന്ന് നമ്മളെ കോഴ്സ് ചേരാനോ അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ അവരെ വശത്താക്കാനോ ഒന്നും തന്നെയല്ല. ഇത് റിയാലിറ്റിയാണ് ഈ പറയുന്നതെല്ലാം. സെൽഫ് ലവ്. ഈ സെൽഫ് ലവ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നവരാണെങ്കിൽ മിററിൻ്റെ മുന്നിലിരുന്ന് മറ്റൊരാൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് നിങ്ങൾ സ്വയം ആക്ട് ചെയ്യുക. അതായത് ഒരാൾ മുന്നിൽ നിൽക്കുക, മിററിൽ നമ്മളെ തന്നെയാണ് കാണുന്നത്, പക്ഷേ അത് വേറൊരാളായി കണ്ടുകൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ സെൽഫ് ലവ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ലൈഫിൽ വരും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഡെയിലി ഇങ്ങനെ പറയുമ്പോൾ അത്ഭുതങ്ങളെല്ലാം നടക്കും. കുറച്ച് ക്ഷമയൊക്കെ വേണം നമുക്ക്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ നമ്മളെ മൈൻഡ് ക്ലെൻസിങ് ചെയ്ത് കൊണ്ടുപോകണം ഡെയിലി. ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അത് ഫുൾ ക്ലീൻ ചെയ്ത് സ്വയം ക്ലീൻ ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ലൈഫ് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ അത് ലഭിക്കുക തന്നെ ചെയ്യും. എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, എവിടെയാണ് മുറിഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ഇമോഷൻസിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ ഈ അഫർമേഷൻ പറഞ്ഞിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടും ഒന്നും അവിടെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. കാരണം നെഗറ്റീവാണ്. ഫുള്ള് മൈൻഡ് മുഴുവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നിനും ഫീലിംഗ് കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇമോഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇമോഷൻസ് നമ്മൾ സ്വയം ഇല്ലാതാക്കുക. റിലേഷൻഷിപ്പിലുണ്ടാവും പ്രശ്നങ്ങൾ. അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മളിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ട് കാണുക. എന്താണ് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അതിന് പോസിറ്റീവായി കണ്ടുകൊണ്ട് ലൈഫിൽ മുന്നേറാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഒന്നും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എവിടെയും നടക്കാതെ പോവില്ല. പക്ഷേ എല്ലാം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളൊരു സത്യം നിങ്ങളെപ്പോഴും ഉൾക്കൊള്ളണം. എല്ലാ കാര്യവും അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുകയുമില്ല. ഇതൊരു സത്യവുമാണ്. ചിലതിന് ചില കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ നൂലാമാലകളൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് നല്ലതിനായിരിക്കില്ല. അത്രയും വിചാരിച്ചാൽ മതി. നമുക്ക് നന്മയുള്ളത് മാത്രമാണ് നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ. ഈ ഒരു പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ അതായത് നമ്മളിപ്പോൾ ആരും ഉപദ്രവിക്കുന്ന നല്ല മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുകയാണ്, ഒന്നും ഒരാൾക്കും ദ്രോഹമൊന്നും ചെയ്തില്ല, ഒന്നും ചിന്തിക്കുന്നു പോലുമില്ല, പക്ഷെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ ചിലത് കർമ്മയായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ആ കർമ്മ തീരാണ് എന്ന് വിചാരിച്ചാൽ മതി. എന്ന് കരുതി എൻ്റെ കർമ്മയാണ് ഞാനിതെല്ലാം അനുഭവിക്കണം എന്നൊരു കരയല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്വയം നമ്മൾ തന്നെ ക്ലെൻസിങ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹാപ്പിനെസ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ ചോയ്സാണ് നമ്മളതിന് വേദനിക്കണോ വേണ്ടയോ എന്നുള്ളത്. സെൽഫ് ലവ് ചെയ്യുക. ജീവിതം അടിപൊളിയാക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഇന്നും പറയുന്നത് പോലെ തന്നെ മൈൻഡ് മാസ്റ്ററിയുടെ ക്ലാസ് നാളെ സെപ്റ്റംബർ 20 നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്നത് മനസ്സിന് റീപ്രോഗ്രാമിങ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ്. എന്തൊക്കെയാണ് വേണ്ടത്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ അഫർമേഷൻസ്, ഓട്ടോ സജഷൻസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ ഇമോഷൻസ് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, അതായത് ഫീലിങ്സ്, തോട്ട്, ബിലീഫ് ആൻഡ് ആക്ഷൻ, ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, മനസ്സ് റീപ്രോഗ്രാമിങ് എങ്ങനെ ചെയ്യണം, അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ കുറേ സങ്കടങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കി നടക്കും, കുറേ പ്രാക്ടീസ് ചെയ്യുന്നൊരു ഫലവും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇമോഷൻസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലോ അട്രാക്ഷൻ്റെ പ്രാക്ടീസും മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൻ്റെ കൂടെ നൽകുന്നതാണ്. അതേപോലെ മെഡിറ്റേഷനാണ് ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, അഫർമേഷനൊക്കെ കൊടുക്കുന്നുണ്ട്, ചില അറിവുകളും കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാണുക, കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.